ഓനങ്ങോട്ട് വിളിച്ച് ഓൻ വരൂലാന്ന് അവന് പേടി ക്വാറന്റൈൻ. ഞാൻ പറഞ്ഞു അന്നിങ്ങോട്ട് വരണ ഇങ്ങോട്ട് വരണേ നിക്കാണ് പേടിയുള്ളത്. പുറത്തൂടെ കേരളം മൊത്തം പുറത്തൂടെ കൊറോണ ഉള്ളത്. ഇപ്പൊ ക്വാറന്റൈൻ സെന്റർ ആയ എന്റെ വീട്ടിന്റെ ഉള്ളിലൊന്നും കൊറോണ ഇല്ലട്ടോന്ന് പറഞ്ഞു. അപ്പൊ ചിരിക്കുക. സത്യതല്ലേ, നമ്മൾ എവിടെയാണോ ക്വാറന്റൈനിൽ ഇരിക്കണേ ആ വീടിന്റെ ഉള്ളിലൊന്നും കൊറോണ ഇല്ല. ഇൻഷാ അല്ലാഹ് ഇല്ലാക്കട്ടെ. അല്ലേ ആൽബി? അങ്ങനല്ലേ? പുറത്തൂടല്ലേ കൊറോണ ഉള്ളത്? ആ നമ്മള് ശ്രദ്ധിക്കുക, മാസ്ക് വെക്കുക, പുറത്ത് പോകുന്ന സമയത്ത് നല്ലോണം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. വീട്ടിലെന്ത് ചെയ്യാ, നമ്മൾ മാസ്ക് ഒന്നും വെക്കണ്ട. വീട്ടിൽ നമ്മൾ സൂപ്പർ ആയിട്ട് നല്ല അടുത്തൊന്നും അയൽവാസികളൊന്നും ഇല്ലെങ്കിൽ നല്ല സുഖാണ്, ഒരു പ്രശ്നവുമില്ല. നമുക്കുണ്ടോ? നമ്മളെ വീടിന്റെ ചുറ്റും ഇവിടെ ഈ ഏരിയയിലൊന്നും വേറെ വീടില്ല. ജ്യേഷ്ഠന്റെ ഒറ്റ വീട് അവിടെ ഉള്ളത്, പിന്നെ ഫുള്ള് കാലിയാ. അല്ല, നമ്മളൊരു കൂട്ടുകാരുണ്ട്, ഞങ്ങളൊരു ഫുട്ബോൾ ടീം ഉണ്ട്, അതിന്റെ ബാക്ക് ഉണ്ട് അനസ് എന്ന് പറഞ്ഞിട്ട്, നമ്മളെ സെന്റർ ബാക്കാ. ഓനുണ്ട് എന്റെ കൂടെ ജിദ്ദേന്ന് ഇങ്ങോട്ട് പോകുന്നത്. അപ്പൊ അവന്റെ വീടിന്റെ അടുത്തൊക്കെ വേറെ കുറെ വീടുകളുണ്ട്. Hi friends, Albi, Sahla, Godwin and Safwan and Nisam Bhai. Welcome to Change Makers over a cup of tea. അപ്പൊ നിസാം ഭായിനെ കുറെ ദിവസമായി കാണുന്നില്ല, എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. You are in still Saudi Arabia? അല്ല, സുബൈ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പുറത്തിറങ്ങും കൈക്കൂട്ട് വരി അകത്തിയായിട്ട്. I think you reached home, അല്ലേ? വീട്ടിലെത്തി. നേരത്തെ സൗദി അറേബ്യയിലെ സമയത്ത് കറക്റ്റ് സമയത്ത് നമ്മളായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ഇവിടെ എത്തിയാലുണ്ടായിന്. ഓ ശരി. ഇല്ലേ വീട്ടിലെത്തിയ ഒരു ദിവസം 2 ദിവസം അല്ല, ഇപ്പൊ നാട്ടിലെ അവസ്ഥ എന്താ? കോഴിക്കോട് ജില്ലയിൽ എന്താണ് അവസ്ഥ സംഭവം? കോഴിക്കോട് ജില്ല മുക്കം മുനിസിപ്പാലിറ്റിയിൽ 2 ഡിവിഷൻ ക്ലോസ് ആയിരുന്നു. വെണ്ണക്കോട്, ആലുംതറ 2 സ്ഥലം. പിന്നെ കൊടിയത്തൂർ പഞ്ചായത്തിലും കുറഞ്ഞ് കണ്ടെയ്ൻമെന്റ് സോൺ ആയിരുന്നു അല്ലേ? അതൊക്കെ അതൊന്നുമല്ല വേണ്ട ഇപ്പൊ നമ്മൾ കാര്യമല്ലല്ലോ. അല്ല, കൊണ്ടോട്ടിയും കണ്ടെയ്ൻമെന്റ് സോണിലാണ്. അത് ശരി. ഞാൻ നിൽക്കുന്നത് നെടിയിരുപ്പ് കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയിലാണ്, നെടിയിരുപ്പ്. അപ്പോ കണ്ടെയ്ൻമെന്റ് സോണിലാണ് ഉള്ളത്. ഓക്കെ. സഹല അവിടെ എങ്ങനെയാണ് അവസ്ഥ? സഹല ഇവിടെ പോലീസുകാർക്കുണ്ട് ഒരു കണ്ടെയ്ൻമെന്റ് സോൺ ആണോ? സഹലയുടെ സ്ഥലം എവിടെയായിരുന്നു? അന്തിക്കാട്. അന്തിക്കാടിന്റെ നാടാണല്ലേ? അന്തിക്കാട് നമ്മളൊരു റൂംമേറ്റ് ഉണ്ട് അന്തിക്കാട്, അതും സത്യൻ തന്നെ. ഫേസ്ബുക്കിലുണ്ട് സത്യൻ അന്തിക്കാട് എന്നാ പേര് അദ്ദേഹത്തിന്റെ. ഒരു കഷന്റെ ഒക്കെ ആയിട്ട് ഒരാളാ. ഒരു മോളും ഒരു മോനും അവർക്കുള്ളത്. ഒരാള് ഇവിടെ സൗദിയിൽ തന്നെ ഉണ്ട്. മോനും മരുമോനും. മോളെ കിട്ടിയ ആളും സത്യൻ എന്നാ പേര്. സത്യൻ അന്തിക്കാട് തന്നെ. അന്തിക്കാട് എന്താണ്? അന്തിക്കാട് നൈറ്റ് ഫോറസ്റ്റ് ആണല്ലേ സഹല? നൈറ്റ് ഫോറസ്റ്റ്. എന്നാ അങ്ങനെ ഉണ്ട് കേട്ടോ സൈല. എനിക്കറിയില്ലേനെ. എനിക്കറിയോ? രാത്രി മാത്രം കാടായി വരുന്നത്. റോബർട്ട് ഫ്രോസ്റ്റിന്റെ കാടൊക്കെ പോലെ. റോബർട്ട് ഫ്രോസ്റ്റിന്റെ കവിത ഇല്ലേ, വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ്, കാടിനെ കുറിച്ച് എഴുതിയേ. സത്യൻ അന്തിക്കാട് ധാരാളം സ്ക്രീൻ പ്ലേസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അന്തിക്കാട് എങ്ങനെ, കാടുണ്ടോ സഹല? അത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നോളജ് വുഡ്സ്, നോളജ് ഫോറസ്റ്റ്. അതിന് പറയാ നമ്മള് അറിവിന്റെ കാടിന് എന്ത് പറയും? നോളജ് ഫോറസ്റ്റ് അല്ലേ? നോളജ് ഫോറസ്റ്റ്. ഹരിതവനം എന്ന പോലെ, നിത്യഹരിതവനം എന്നൊക്കെ പറഞ്ഞ പോലെ അറിവിന്റെ വനത്തെ നമുക്ക് എന്ത് പറയാം? അതാണ് സ്കൂൾ എന്ന് പറഞ്ഞത്. സ്കൂൾ ഈസ് എ നോളജ് ഫോറസ്റ്റ് അല്ലേ? Then Godwin, how are you? Fine, sir. അവിടെ എങ്ങനെയാണ്? കണ്ടെയ്ൻമെന്റ് സോൺ ആണോ? ഒളരിയില് നല്ല എല്ലാ സ്ഥലത്തും ലോക്ക്ഡൌൺ തന്നെയാണ്. Olari is very close to our school, no? Yeah.
What is it meaning? Olari means what? ഓരോ പ്രദേശത്തിനും ഒരു വലിയ ചരിത്രമുണ്ട് അല്ലെ? നിസാംബായിയുടെ മുക്കം, ആ പേര് വന്ന എങ്ങനെയാണെന്നറിയാം? മുക്കം ഒരു സെക്യുലർ ഡെസ്റ്റിനേഷൻ ആണ്. കാഞ്ചനമാല, BP മൊയ്തീൻ, അതുപോലെ തന്നെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, ഇവരൊക്കെ ആയിട്ട് ബന്ധമുള്ള സ്ഥലമാണ് മുക്കം. അബ്ദുറഹ്മാൻ സാഹിബിന്റെ ഏറ്റവും അവസാനത്തെ പ്രസംഗം മുഹമ്മദ് നബി ഹജ്ജത്തുൽ വിദായിൽ നടത്തിയ പോലെ തന്നെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാനത്തെ പ്രസംഗം നടത്തിയത്. ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് നിൽക്കണം, ഒരുമിച്ച് സ്വാതന്ത്ര്യ സമരത്തിൽ പോരാടണം എന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാനത്തെ പ്രസംഗം കൊടിയത്തൂർ സ്കൂളിന് അടുത്തുള്ള ഒരു ഗ്രൗണ്ടിൽ വെച്ചാണ് നടക്കുന്നത്. അതിനുശേഷം അദ്ദേഹം നടന്ന് ഇങ്ങനെ പോയി മുക്കത്തിനടുത്ത് പൊറ്റശ്ശേരി, മണാശ്ശേരി, കൊടിയത്തൂർ മണാശ്ശേരി റോഡിലെ പൊറ്റശ്ശേരി വെച്ചിട്ടാണ് അദ്ദേഹം അവസാനമായിട്ട് മരിക്കുന്നത്. മുഹമ്മദ് റഹ്മാൻ സാഹിബ് വളരെ ചെറിയ പ്രായത്തിൽ ഏറ്റവും അവസാനമായിട്ട് അദ്ദേഹം അള്ളാഹ് എന്ന് വിളിച്ച് മരിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിലൊരു, കൂടെയുള്ള ആളുകളുടെ കയ്യിൽ ഒരു റാന്തൽ വിളക്കുണ്ടായിരുന്നു. ഈ റാന്തൽ വിളക്ക് കെട്ടുപോയി എന്നാണ് പറഞ്ഞത്. അത് RK പൊറ്റശ്ശേരി ഉണ്ടല്ലോ, പൊറ്റശ്ശേരിയിലെ നാഷണൽ ടീച്ചർ അവാർഡ് വാങ്ങിയ ഒരു സെലിബ്രിറ്റി ടീച്ചറാണ് RK പൊറ്റശ്ശേരി. നിസാം ഭായി അറിയില്ലേ? ആളെ കണ്ടിട്ടുണ്ടോ? RK പൊറ്റശ്ശേരി ഇപ്പം മരിച്ചുപോയല്ലോ. മരിച്ചു. നിങ്ങളുടെ നൈബറാന്ന് തോന്നുന്നു അല്ലേ? അയൽവാസിയാണോ? അയൽവാസിയാണ്. ഓക്കെ. ഞാൻ അദ്ദേഹത്തെ ഏറ്റവും അവസാനം കണ്ടിരുന്നു. കുറച്ചൊരു 500 മീറ്റർ മാത്രം മാറ്റുള്ളൂ. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പായിട്ട് RK പൊറ്റശ്ശേരി JDGയിലെ അധ്യാപകനായിരുന്നു. നാഷണൽ അവാർഡ് വാങ്ങിയ ആളാണ്, ചിത്രകാരനാണ്, ലളിതകലാ അക്കാദമി മെമ്പർ ആയിരുന്നു. അദ്ദേഹം മരിക്കുന്നതിന്റെ ഒരു 2-3 ദിവസം മുമ്പ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാനും വൈഫും പോയിരുന്നു. വൈഫ് അദ്ദേഹത്തിന് മെഡിസിൻ ഒക്കെ കൊടുത്തിരുന്നു അന്ന്, ചെറിയൊരു പെയിൻ റിലീഫിന് വേണ്ടിയിട്ട്. അപ്പൊ ആ സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞത് കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിനുശേഷം ഞാൻ ഒറ്റയ്ക്ക് പോയിരുന്നു, വൈഫില്ലാതെ ഒറ്റയ്ക്ക് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് പോയിരുന്നു. ആ സമയത്ത് അദ്ദേഹം ഒരു പേപ്പറിൽ എനിക്ക് എഴുതി തന്നിരുന്നു, നിങ്ങൾ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ പ്രൊജക്റ്റുമായി മുന്നോട്ട് പോകണം. ഒരു എൻലൈറ്റ്മെന്റ് വില്ലേജ് എന്നുള്ള പ്രൊജക്റ്റ് ആയിരുന്നു. മാത്രമല്ല ഇപ്പൊ അത്, ആ സ്തൂപം, അദ്ദേഹം ഉണ്ടാക്കിയ സ്തൂപം ഉണ്ടല്ലോ, ആ സ്തൂപം ഉള്ളത് പൊതുസ്ഥലത്താണ്, റോഡിന്റെ അരികിലാണ്. അത് സർക്കാരിന്റെ സ്ഥലം നല്ല ഒരു, അവിടുത്തെ കോൺഗ്രസ് പാർട്ടിയുടെ സ്പോൺസർഷിപ്പിൽ നടത്തിയൊരു എഫേർട്ട് ആയിരുന്നു. ആ സ്തൂപം കണ്ടില്ലേ? അത് അതേപോലെ മുക്കത്ത് എസ്കേന്റെ സ്തൂപം ഉണ്ടല്ലോ, എസ്കേന്റെ രൂപം, അതൊക്കെ RK കൊത്തുകയാണ്. ഇരുവഴിഞ്ഞിപ്പുഴ എന്നുള്ള മുക്കത്തുള്ള പുഴ നമ്മുടെ SK പൊറ്റക്കാടിന്റെ പല നോവലുകളായിട്ട് ബന്ധമുള്ള നല്ല ബന്ധമുണ്ട് മുക്കുമായിട്ട്. കാഞ്ചനമാല എപ്പോഴും ജീവിച്ചിരിക്കുന്നില്ലേ? ഉണ്ട്. കാഞ്ചനമാലയെ കാണാൻ കുട്ടികൾക്കൊക്കെ ആഗ്രഹം ഉണ്ടെന്ന്. ഞാൻ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. ഞാൻ ബസ് പോകുന്ന സമയത്ത് പണ്ടിന്റെ ബസ്സിൽ കയറിയല്ലേ. കാഞ്ചനമാല ഇഷ്ടം പോലെ ഞാൻ എത്രയോ സംസാരിച്ചിട്ടുണ്ട്. അന്ന് ആളിത്ര ഫേമസ് ആയില്ല. 2009, 2008, 2007 ആ കാലത്തൊക്കെ ഞാൻ ITI പഠിക്കുന്ന സമയത്ത് ബസ് പോയത് വെക്കേഷൻ ടൈമില്. BP മൊയ്തീനെ കണ്ടിട്ടുണ്ടോ? ഇല്ല, 83 സംഭവം. ഞാൻ 89. ഉപ്പ കണ്ടാണ് അന്ന് തോണി പറഞ്ഞ സമയത്ത് ഉപ്പ പോയിട്ടുണ്ട് രക്ഷിക്കാനൊക്കെ. നമ്മളെ തെയ്യത്തും കടവ്, നമ്മളെ പൊടിത്തൂര് പോണ പാലം ഉണ്ടല്ലോ, ഇരുവഴിഞ്ഞിപ്പുഴയും അതുപോലെ തന്നെ ചാലിയാറും സംഗമിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അത് കൂളിമാട്. കൂളിമാടാണ് ആദ്യത്തെ ലഹരി വിമുക്ത ഗ്രാമം, ടുബാക്കോ ഫ്രീ വില്ലേജ്. PSC പരീക്ഷയിൽ പോലും ചോദിക്കുന്നുണ്ട്, ലഹരി വിമുക്ത ഗ്രാമം. അവിടെ ഗ്രീൻ കെയർ കാർപ്പറ്റ് ഉണ്ടല്ലോ, അവിടെ ഒരു ഇത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ആൾറെഡി അവിടെ വെച്ച് ഗ്രീൻ കാർപ്പറ്റ് എന്നുള്ള അവിടെ ഇന്നോവേഷൻ പാർക്ക് ഉണ്ട്. ഇന്നോവേഷൻ പാർക്കിൽ അപ്പം ഇപ്പൊ IEMന്റെ കൂടി ഒരു പ്രോജക്റ്റിന്റെ ഭാഗമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട്. അവരുടെ ഒരു സോഷ്യൽ ഡെവലപ്മെന്റ് പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് അവിടെ ഇന്നോവേഷൻ പാർക്ക് ഉണ്ട്. അപ്പൊ കുട്ടികളെ ഇന്നോവേഷൻസ് എക്സിബിറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ അവിടെ വന്ന് ഒരിക്കൽ നമ്മുടെ ഒരു മോർണിംഗ് ഷോ അവിടെ വെച്ച് നടത്തിയിട്ടുണ്ട്. അത് നമ്മൾ ഉടൻ തന്നെ ഇതിൽ അപ്ലോഡ് ചെയ്യും, എന്റെ എഡിറ്റിംഗ് പ്രോസസ്. അന്ന് നിങ്ങൾ പോയതോ രാവിലെ?
Yeah, yes, 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 okay. ശരിയാ. സഹ്ല മൈക്ക് അൺമ്യൂട്ട് ചെയ്യൂ. അതേപോലെ ആൽബി അലിറ്റ് റോസ് വരുന്നുണ്ട്. ഓക്കെ ക്ലിയർ ചെയ്തപ്പോ വരും. ആസിയ ബാബു. നമ്മള് വിശാലവർക്ക് എന്നുള്ള സോങ് ആണ് പ്ലേ ചെയ്യിക്കുന്നത്. ഇപ്പൊ ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള സോങ് ആണ് വിശാലവർക്കം. നമ്മൾ തീർച്ചയായിട്ടും ഈ കോവിഡ് വളരെ ഇതായിട്ട് നമ്മൾ അത് അതിജീവിക്കുക തന്നെ ചെയ്യുന്നു. ഓക്കെ, റോസ്, ഹൗ ആർ യു? റോസ്, ഹൗ ആർ യു? ഫൈൻ. ഓക്കെ, നമ്മള് കമ്മിങ് ഈ ബക്രീദ് ഡേയിൽ നമ്മളൊരു ടൂർ ഉണ്ട്, വെർച്വൽ ടൂർ ടു മലേഷ്യ. മലേഷ്യയിലെ ടിൻ ടവറിലേക്കാണ് നമ്മൾ ടൂർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ വെർച്വൽ ടൂർ ആണ്. 360 ഡിഗ്രി എക്സ്റ്റെൻഡഡ് വെർച്വൽ ടൂർ എന്നുള്ള ഒരു ടെക്നോളജി എൻ്റെ ഒരു സ്റ്റുഡന്റ് തന്നെ ഡെവലപ്പ് ചെയ്തൊരു ടെക്നോളജി ഉണ്ട്. അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. മലേഷ്യയിലെ ടിൻ ടവറിലാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ നേരത്തെ ബുക്കിംഗ് ഉണ്ടാവും, ചാർജ് ഒന്നുമില്ല, ഫ്രീ ആണ്. മലേഷ്യയിലെ ടിൻ ടവറിലേക്ക്. അതുപോലെ തന്നെ വയനാട്ടിലെ എടക്കൽ കേവ്സ്, 2 സ്ഥലങ്ങളാണ് ഇപ്പൊ ഐഡന്റിഫൈ ചെയ്തത്. എടക്കൽ കേവ്സ് പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. പെരുന്നാളിന് അന്നാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, എടക്കൽ കേവ്സും. അതുപോലെ തന്നെ വെൻ ഈസ് അവർ ബക്രീദ് നിസാം ഭായ്? എന്നാണ് നമ്മുടെ ബക്രീദ് വരുന്നത്? 31 തിങ്കളായിരിക്കും. 31 ഓക്കെ. അല്ല, വെള്ളി, ഫ്രൈഡേ ഫ്രൈഡേ ആണ് ബക്രീദ് വരുന്നത്. അപ്പം അന്ന് നമ്മളുടെ ഷോ രാവിലെ തന്നെ ഇതേ സെയിം ടൈമിൽ തന്നെ ആയിരിക്കും. വി ആർ ഗോയിങ് ടു ടിൻ ടവർ. പക്ഷെ അന്ന് റിലീജിയസ് പ്രെയർ നടക്കുന്നതുകൊണ്ട് രാവിലെ പ്രോബ്ലം ഉണ്ടാവും. പക്ഷെ അത് നേരത്തെ ആയിരിക്കുമല്ലോ അല്ലെ റിലീജിയസ് പ്രെയർ. പക്ഷെ നമ്മളുടെ സമയത്ത് മാറ്റം ഉണ്ടാവില്ല, 7 o'clock നമ്മൾ ഉണ്ടാവുക അല്ലെ. അന്ന് വി ക്യാൻ മേക്ക് എ ചേഞ്ച് അല്ലെ സഫ്വാൻ? ബിക്കോസ് ബക്രീദ് നമുക്ക് ഏത് സമയത്ത് ചെയ്യാൻ പറ്റും? ബക്രീദ് ഡേ മലേഷ്യയിലേക്കുള്ള ടൂറാണ്, ടിൻ ടവർ. ഇതുവരെ നിങ്ങൾ പെരുന്നാളിന് ഇങ്ങനെ ഇത്രയധികം ദൂരം യാത്ര ചെയ്തിട്ടുണ്ടോ റോസ്? മലേഷ്യ പോയിട്ടുണ്ടോ റോസ്? അപ്പൊ നമ്മള് വയനാട് ഉണ്ട്, എടക്കൽ കേവ്സ്, മറ്റൊന്ന് മലേഷ്യയിലെ ടിൻ ടവർ. ഇത് രണ്ടുമാണ്. ഈവൻ ലക്ഷദ്വീപ് ആൾസോ വി ആർ പ്ലാനിങ്. അപ്പൊ വിച്ച് ടൈം ഈസ് കൺവീനിയന്റ് ദാറ്റ് ഡേ? Any time? 30. Yeah, afternoon. Bakrid Day, as part of celebration, we are going to Tin Tower in Malaysia. കണ്ടിട്ടുണ്ടോ മലേഷ്യയിലെ ടിൻ ടവർ? എടക്കൽ കേവ് കണ്ടിട്ടുണ്ടോ? എടക്കൽ കേവ്. ഇത് രണ്ടും നമ്മള് വെർച്വൽ ടൂർ, എക്സ്റ്റെൻഡഡ് വെർച്വൽ ടൂർ എന്നുള്ള ഇന്ത്യയിൽ തന്നെ, ഏഷ്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ച് നമ്മളിത് കാണുന്നത്. അപ്പൊ നമ്മൾ അവിടെ പോയി വിസിറ്റ് ചെയ്യുന്നതിനേക്കാളും ഭംഗിയിൽ അവിടുത്തെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. പക്ഷെ നേരത്തെ നിങ്ങൾ അതിൽ രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷൻ ഫോം ഉണ്ട്, രജിസ്റ്റർ ചെയ്യണം. ഒരുപക്ഷെ അതിന്റെ ID വേറെയാണ്, നമ്മുടെ ID ആവില്ല. കാരണം ഒരുപാട് എക്സ്പേർട്സ്, പ്രൊഫഷണൽസ് ചേർന്നിട്ടാണ് നമുക്കത് അറേഞ്ച് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം ഇൻ എ പാൻഡമിക് സ്കൂളിംഗ്, പോസ്റ്റ് പാൻഡമിക് സ്കൂളിംഗിൽ ആദ്യമായിട്ടാണ് ഒരു സ്കൂള്. യു ക്യാൻ ആൾസോ നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, ഫാമിലി ഒക്കെ ഇൻവൈറ്റ് ചെയ്യാം. മോർ ദാൻ 1000 people can accommodate the journey. Okay. അതുപോലെ തന്നെ നാളെ 10:30, ടുമോറോ 10:30 നമ്മുടെ അഗ്രികൾച്ചറിന്റെ സാധ്യതയെ കുറിച്ചുള്ള ഒരു ടോക്ക് ഉണ്ട്. ദാറ്റ് ഈസ് നോളജ് ഗുരു, ന്യൂട്ടൺ ഓഫ് നോളജ് അറിയോ? ഹുസൈൻ സാർ, MN ഹുസൈൻ. അതിൽ ആരും പങ്കെടുത്തിരുന്നോ കഴിഞ്ഞ ആപ്റ്റിറ്റ്യൂഡ് സെഷനിൽ? ആരൊക്കെ പങ്കെടുത്തു? സഫ്വാനോ? സഫ്വാനും റോസ് ഉണ്ടായിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്? നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ്, അദ്ദേഹം ലോക രാജ്യങ്ങളിലുള്ള ആളുകളായിട്ട് ഇന്നലെ ഒരു ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു.
മീഡിയ പീപ്പിൾ ആയിട്ട് സംസാരിച്ചിരുന്നു. സഹ്ല പങ്കെടുത്തിരുന്നോ? ഗോഡ്വിൻ പ്രോഗ്രാമിന് സർ. പങ്കെടുത്തിരുന്നോ? ഞാൻ പങ്കെടുത്തിട്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിന് സമയത്ത്. പിന്നെ എന്തോ ആളായിട്ട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റും. ഓക്കെ, അന്ന് നമുക്ക് സമയമില്ലായിരുന്നു. പക്ഷെ ഇനി നമുക്ക് നാളത്തെ പ്രോഗ്രാം ചിലപ്പോൾ എക്സ്റ്റെൻഡ് കുറച്ചുകൂടി സമയം കൂടുതൽ ചോദിക്കുന്നുണ്ടാണ്. Then we'll have... Okay. അപ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും റോസ് ഫ്ലവർ എനിക്ക് അയച്ചു തന്നിരുന്നോ? ആസ് ഫോർ ഗിവിംഗ് ഗോൾഡൻ സല്യൂട്ട് ടു ഡിസ്ട്രിക്ട് കളക്ടർ. ആൽബി അയച്ചിരുന്നോ? ഇല്ല. അപ്പോൾ ഉടൻ തന്നെ ഇന്ന് തന്നെ അയച്ചാൽ there may be chance. വൈകി കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ഉൾപ്പെടുത്തില്ല കേട്ടോ. സഹല അയച്ചിരുന്നോ? ഗോഡ്വിൻ അയച്ചിരുന്നോ? ആസിയ ബാബു അയച്ചിരുന്നോ? ആസിയ ബാബു. സഫ്വാൻ അയച്ചിരുന്നോ? സഫ്വാന് ഒരു സല്യൂട്ട് ചെയ്യുന്ന ഒരു ഫോട്ടോ ആണ് അയച്ചു തരണ്ടേ. ഇനി എനിക്കറിയില്ല, എഡിറ്റ് ചെയ്യുന്ന ആള് കുറെ പേര് ചെയ്തിട്ടുണ്ട്. ലെറ്റ് മീ ചെക്ക് ദാറ്റ് വെദർ ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഓർ നോട്ട്. ഓക്കെ, അപ്പം അയക്കാത്തവരെന്ത് ചെയ്യാ, വീണ്ടും അയച്ചു തരാം. ഡോണ്ട് വറി. ദെൻ ഇപ്പം ഞാൻ ഒരു വീഡിയോ ചലഞ്ച്, ഓഡിയോ ചലഞ്ച് പറഞ്ഞിരുന്നു. അത് ചെയ്തവരായിരിക്കായിരുന്നു? ആൽബി, സഹ്ല, ഗോഡ്വിൻ, ഷെഫ്വാൻ അയച്ചിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ, ഐ ഗോട്ട് ഇറ്റ്. ഷെഫ്വാന് ഫുഡിനെ കുറിച്ചായിരുന്നു അല്ലേ? ഫുഡ്. ഷെഫ്വാന്റെ ക്ലാസ് ടീച്ചർ എടുത്ത ക്ലാസ്സിനേക്കാളും ഭംഗിയിൽ പ്രസന്റ് ചെയ്തു. നല്ല സൗണ്ട് മോഡുലേഷൻ ആയിരുന്നു. സൗണ്ട് എക്സ്പ്രഷൻ ഇസ് വെരി ഗുഡ്. ഇപ്പൊ പുതുതായിട്ട് വരുന്ന ഒരു അസസ്മെന്റ് ക്രൈറ്റീരിയ ആണ്, നമ്മൾ എടുത്ത പാഠഭാഗങ്ങൾ, നമ്മൾ പഠിച്ച പാഠഭാഗങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠഭാഗങ്ങൾ കുട്ടികൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യും, മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുന്നു. 3 മിനിറ്റ് സമയം ആവശ്യമുള്ളൂ. ഇത് ഷൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മളത് പോസ്റ്റ് ചെയ്യും. പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാൻ പറ്റും. അതർവൈസ് നമ്മുടെ നോട്ട് കറക്ഷൻ, നോട്ട് ചെക്കിങ് ബുദ്ധിമുട്ടായതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചലഞ്ച് എന്നുള്ള ഇതിലേക്കാണ് പോകുന്നത്. അത് വീഡിയോ ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് ഓഡിയോ ചലഞ്ച് പറ്റും. രണ്ടും ചെയ്യാം. ഓഡിയോ ചലഞ്ച് ചെയ്യാം, വീഡിയോ ചലഞ്ച് ചെയ്യാം. ഓഡിയോ ചലഞ്ച് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് എന്താണ്, ടെക്നോളജി ഡിഫിക്കൽറ്റി. നമ്മളത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ, യൂട്യൂബ് ഒരു മഹാസാഗരമാണ് അല്ലെ. അവിടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ അട്രാക്ഷൻ വേണമെങ്കിൽ സൗണ്ട് മാത്രം പോരാ, വീഡിയോ കൂടി വേണം. അതുകൂടി ചെയ്തിട്ട് ചെയ്യുന്ന ഐ തിങ്ക് നിങ്ങൾ കൈൻ മാസ്റ്റർ അപ്ലിക്കേഷൻ കേട്ടിട്ടുണ്ടോ? ആർക്കറിയാം കൈൻ മാസ്റ്റർ? അറിയോ? കൈൻ മാസ്റ്റർ ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഉമ്മയോട് ചോദിച്ചിട്ട് പഠിക്കണം. കൈൻ മാസ്റ്റർ അപ്ലിക്കേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എഡിറ്റിംഗ് നടത്തി നമുക്ക് ഇനിയിപ്പം എന്ത് ഓക്കെ, ദാറ്റ്സ് ഗുഡ്. അതുപോലെ തന്നെ വേറൊരു ആപ്പ് ഉണ്ട്, ഇൻഷോട്ട്. അത് ഉപയോഗിച്ചും ചെയ്യാൻ പറ്റും. എന്നെ പഠിപ്പിച്ചത് എൻ്റെ മോളും മോനൊക്കെയാണ് എന്നെ പഠിപ്പിക്കുന്നത്. ചെറിയ കുട്ടികൾ എന്ത് ചെയ്യുന്നു, ദേ ആർ ലേണിംഗ് ഓൾ ദീസ് തിങ്. അപ്പൊ അതുകൊണ്ട് ദിസ് ഈസ് ഗ്രേറ്റ് നാ. ടെക്നോളജിയാണ് ഇനി നമ്മുടെ ഡിവൈസ് എന്ന് പറയുന്നത്. കാരണം ഈ പാൻഡമിക് സിറ്റുവേഷൻ ഇനിയും കണ്ടിന്യൂ ചെയ്ത് പോകും. ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ ടെക്നോളജിയിൽ നമ്മൾ മാസ്റ്റർ ആണ്. ആസ് ഇൻ CBSE, IT is not a subject, is IT enabled. Every subject should be IT enabled, whether mathematics, science, commerce, biology, EVS, everything should be IT enabled. IT enabled ആയിരിക്കണം. Okay. Then we should be master IT technology. For CBSE aspect, I have an interaction 2 days back to CBSE chairman and the ministry, human ministry, the officials, and they are demanding us as the digital literacy. You know literacy, read and write. Now the literacy is changed as digital literacy. You know there is a screen, it's called green literacy. We are addressing green literacy. Right? Yeah. You know green literacy? To save our nature and pave our future. That is green literacy. Color in the earth green. ഭൂമിയെ പച്ചപ്പണിയിക്കുക എന്നുള്ളതാണ്. ഈ ഓഗസ്റ്റ് 6th I told you യുനെസ്കോയിലേക്ക് നമ്മൾ പ്രപ്പോസൽസ് സെൻഡ് ചെയ്യുന്നു. ചിൽഡ്രൻ ഫോർ വേൾഡ്
പീസ്, കുട്ടികൾ ലോക സമാധാനത്തിന് എന്നുള്ള സന്ദേശം വെച്ചിട്ട് നമ്മൾ 6-ാം തീയതി ഹിരോഷിമ ദിനം അല്ലെ, 6th, ഹിരോഷിമ ദിനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളെല്ലാവരും ഒരു രാജ്യത്തെ റെപ്രസെന്റ് ചെയ്തിട്ട്, ഓരോ രാജ്യത്തെയും റെപ്രസെന്റ് ചെയ്തിട്ട് നമ്മളൊരു UN മോഡൽ അസംബ്ലി നടത്തുന്നുണ്ട്. സഹോദയ സ്കൂൾ കോംപ്ലക്സ്, അതുപോലെ തന്നെ വേൾഡ് സ്കൂൾ അലയൻസ്, ചേംബർ ഓഫ് എഡ്യൂക്കേഷൻ, ഈ 3 സംഘടനകളുടെയും നേതൃത്വത്തിൽ കൾട്ടിവേഴ്സിറ്റി എന്നുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ട്. കൾട്ടിവേഴ്സിറ്റി ഇസ് എ ലാർജസ്റ്റ് സ്കൂൾ നെറ്റ്വർക്കിംഗ് ആണ് കൾട്ടിവേഴ്സിറ്റി പ്ലാറ്റ്ഫോം. ഇറ്റ്സ് കാൾഡ് നോളജ് പാരഡൈസ്. അതിന് കീഴിലാണ് നമ്മൾ ഈ UN മോഡൽ അസംബ്ലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്കും ഇതിൽ പങ്കെടുക്കാം. നിങ്ങൾക്ക് യൂട്യൂബിൽ ഇതിന്റെ വീഡിയോസ് ഒക്കെ നോക്കാം. ഉൺമ UN മോഡൽ അസംബ്ലി എന്ന് സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും. നിങ്ങൾ ചെയ്യേണ്ട ഒരു രാജ്യത്തെ സെലക്ട് ചെയ്യുക. സപ്പോസ് സഹല, you will select which country? Which country you will select? We have only 10 minutes more. Okay. Who is the timer today? Safwan, you have a placard? Okay. After 10 minutes, you just rise that time up. Okay. Then UN Model Assembly പങ്കെടുക്കാനുള്ള രീതി is very simple. എങ്ങനെയാണ്? Albi, Godwin, നമ്മൾ ഏതെങ്കിലും ഒരു രാജ്യം തിരഞ്ഞെടുക്കുന്നു. ആ രാജ്യത്തിന്റെ ഡ്രസ് കോഡ് എല്ലാം നമ്മൾ ഡ്രസ് കോഡ് വേണം. Suppose I'm selected Japan, then I have to wear a Japan. Or Godwin ചൈനയാണ് തിരഞ്ഞെടുക്കുന്നത്. സഫ്വാൻ ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ. Or Malaysia, whatever the countries you can select. എത്ര രാജ്യമുണ്ട് ലോകത്ത്? How many countries? അപ്പൊ UN-ൽ മെമ്പർ ആയിട്ടുള്ള രാജ്യങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ. സഹ്ല, വാട്ട് ഹാപ്പൻ? റോസ്, സഹല സ്ക്രീൻ ഓഫ് ചെയ്തത്? റോസ്, എത്ര രാജ്യങ്ങളുണ്ട്? How many countries in the world? Don't worry, later you can check. അപ്പൊ ഓരോ രാജ്യം തിരഞ്ഞെടുക്കാം. ഓക്കെ. ആൽബി ഏത് രാജ്യം തിരഞ്ഞെടുക്കുന്നത്? ആ രാജ്യത്തെ ഡ്രസ് കോഡ് ഉപയോഗിക്കുക. ആ രാജ്യത്തിന്റെ ഫ്ലാഗും നിങ്ങൾ ടേബിളിൽ വെക്കുക. ജസ്റ്റ് ലൈക്ക് ഇതുപോലെ തന്നെ ടീ കപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. കോഫി ടേബിളിൽ. ദാറ്റ് ഡേ യു ആർ റെപ്രസെന്റിംഗ് ദാറ്റ് കൺട്രി. നോ, യു ആർ ദി അംബാസിഡർ ഓഫ് ദാറ്റ് കൺട്രി, ചൈൽഡ് അംബാസിഡർ ഓഫ് ദാറ്റ് കൺട്രി. ദെൻ അതിന്റെ ഡയറക്ഷൻസ് നിങ്ങൾക്ക് തരും. അപ്പൊ ആ രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ നിങ്ങൾ നേരത്തെ എഴുതി പ്രിപ്പയർഡ് തയ്യാറാക്കി നിങ്ങൾ അവതരിപ്പിക്കുക. അതിൽ ബെസ്റ്റ് പ്രസന്റേറ്റർ, ബെസ്റ്റ് ഡിബേറ്റർ, ബെസ്റ്റ് കോസ്റ്റ്യൂം, ഇതിനൊക്കെ പ്രൈസ് ഉണ്ട്. വലിയ ഒഫീഷ്യൽസ് ആണ് നേതൃത്വം നൽകുന്നത്. ഹിരോഷിമ ദിനത്തിൽ അബൌട്ട് സഡാക്കോ അറിയോ? സഡാക്കോ കുക്കുൾ അന്ന് ജപ്പാനിലെ കുട്ടികളുടെ ഒരു ഇനീഷ്യേറ്റീവ് ആയിരുന്നു. എന്നതുപോലെ we have forwarding an initiative that a world fit for children. കുട്ടികൾക്കിണങ്ങുന്ന ലോകം. കുട്ടികളുടെ ലോകത്ത് ഒരിക്കലും അവിടെ യുദ്ധങ്ങൾ ഉണ്ടാവില്ല. വേൾഡ് ഫിറ്റ് ഫോർ ചിൽഡ്രൻ. അന്നേ ദിവസം തന്നെ നമ്മൾ പെയിന്റിംഗ് കോമ്പറ്റീഷൻ, നോട്ട് കോമ്പറ്റീഷൻ, കൊളാബറേഷൻ ആണ്. കോമ്പറ്റീഷൻ പകരം കൊളാബറേഷൻ. നമ്മൾ പെയിന്റിംഗ് നടത്തുന്നുണ്ട്. ഈ ഒരു മെസ്സേജ് വെച്ചിട്ട് എല്ലാ കുട്ടികൾക്കും ലാർജസ്റ്റ് പെയിന്റിംഗ് എക്സിബിഷനിൽ പങ്കെടുക്കാം. നിങ്ങളൊരു ചിത്രം വരയ്ക്കാം. ആ ചിത്രം നമ്മൾ ഒരു പ്ലാറ്റ്ഫോം, ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ലോകത്ത് മൊത്തം എത്തിക്കും. നിങ്ങളൊരു ഓൺലൈൻ ആർട്ട് ഗാലറി ഉണ്ട്. ആർട്ട് ഗാലറിയിൽ എന്ത് ചെയ്യും? ഇത് എക്സിബിറ്റ് ചെയ്യും. ചിത്രം വരയ്ക്കാൻ അറിയില്ല? നേരത്തെ പോലെ നമുക്ക് ആർട്ട് ഗാലറിയിൽ പോയി എക്സിബിഷൻ ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൺലൈൻ ആർട്ട് ഗാലറിയിൽ നിങ്ങളെ പെയിന്റിങ്സ് നിങ്ങൾക്ക് എക്സിബിറ്റ് ചെയ്യാം. We have 6 minutes more. Okay. അപ്പൊ റോസ്, യു ആർ സെലക്ടിങ് വിച്ച് കൺട്രി? ഒരാളെ സെലക്ട് ചെയ്ത് മറ്റൊരാൾ തിരഞ്ഞെടുക്കാൻ പാടില്ല. സഫ്വാൻ, യു ആർ സെലക്ടിങ് വിച്ച് കൺട്രി? India. Oh, Safwan is selecting India. Rose? Which country? Korea. South Korea. Korea. South Korea, that's good. അപ്പൊ സൗത്ത് കൊറിയയുടെ ഡ്രസ് കോഡ് എന്താന്നുള്ളത് നോക്കണം. അവിടെ ആരാണ് പ്രൈം മിനിസ്റ്റർ? ആരാണ്? Shimon.
Okay. Then Albatros, time is over, I think so. And so, which country? Korea. Then I'll be which country? Yeah, I'll be Mike unmute. New Zealand, sir. New Zealand, that's good. Godwin, which country? Germany. Germany. You are a fan of Germany in football? Yeah. Yeah, that's good. Who is the captain of Germany football team? World Cup. You know, my father is a beloved player in football. He's a footballer also. He loved very much football. He's part of Sandosh Trophy that time, very old time. But I don't know. I don't much interest in the football. Okay. I'm from the land of football, you know, Malappuram. Malappuram is people now love football. Okay. Anyway, we are going to wind up this session only 4 minutes remaining. 4 minutes remaining. അപ്പോൾ UN മോഡൽ അസംബ്ലിയായി ബന്ധപ്പെട്ട് വിൽ ഹാവ് എ ഗ്രൂമിംഗ് സെഷൻ ട്രെയിനിങ്. അപ്പോൾ നിങ്ങളുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽസ് എടുക്കുക. അതിന്റെ കോസ്റ്റ്യൂംസ് ആണ് ചെയ്യേണ്ടത്. വിൽ ഗിവ് യു സഹ്ല, വിച്ച് കൺട്രി യു വിൽ സെലക്ട്? South Arabia. Sahela, South Korea, and Rose? South Korea la. Saudi Arabia. Saudi Arabia. Oh, you will be like a Arabian. Oh, you know the dress code of Arabian, Saudi Arabia? Parda and That's why. Parda is in black color or white in color? White color. black. Black or white? Both you can use now. Don't worry. Okay, anyway, UN Model Assembly is a serious activity where we have to wear that country's costume with their flag. Saudi Arabian flag are you? Alit Rose are you? Which flag? Okay. Godwin, which flag? Germany flag, you know? Albin, which country? New Zealand. Albi. From Safwan, you know Indian flag? Flag of India? Okay. Yeah, that's good. India dress code and you just ask your mother. Your mother is a teacher, na? You ask her, then she will help you. It's not a competition, but it's a collaboration. But adile performance will get a better recognition. And either we'll send to UNESCO, and with the UNESCO finally will select someone. Maybe you will be representing later in the United Nations. You can be a ambassador like Malala. You know Malala? Malala Yusuf. Okay. Like that, we have only 2 minutes more. 2 minutes, 2 minutes 30 seconds more. Okay. Anything else? Anything else? Now we are going to wind up this program. No, it's good. Okay, we are playing that song. We shall overcome now. Certainly, we have to. We shall overcome some days. No, certainly we will fly over the Corona world. All of you can sing it. All of you sing. Someday, deep in my heart, I do believe we shall overcome someday.
We will walk hand in hand someday. Oh, deep in my heart, I do believe we shall overcome. Okay, friends, thank you for joining us. Change makers over a cup of tea. Now, the episode is finishing now. Thank you. Thank you so much. Have a very wonderful day.